എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാനൊരു XL6009 എന്ന് പറയുന്ന ഒരു ബൂസ്റ്റർ മോഡ്യൂളിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബൂസ്റ്റർ മോഡ്യൂൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ലിഥിയം അയോൺ ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 12 വോൾട്ട് 10 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ ഉണ്ട്. കോൺസ്റ്റൻ്റ് 12 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 12 വോൾട്ട് ഉപയോഗിച്ച് ഒരു ലിഥിയം അയോൺ ബാറ്ററി 12 വോൾട്ടിൻ്റെ ലിഥിയം അയോൺ ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം ലിഥിയം അയോൺ ബാറ്ററി പാക്കിൻ്റെ മാക്സിമം 12 വോൾട്ടിൻ്റെ ബാറ്ററി, അതായത് 3S ടൈപ്പിൻ്റെ മാക്സിമം വോൾട്ടേജ് 12.6. അപ്പോൾ നമ്മൾ 12 വോൾട്ട് എടുത്ത് ഇൻപുട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് ഫുള്ളി ചാർജ് ആവില്ല. അത് എപ്പോഴും ഹാഫ് ചാർജ് തന്നെ ആയിരിക്കും. ഹാഫ് അല്ല, ഒരു 90% ചാർജ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി പാക്ക് ഇതുണ്ടല്ലോ BMS അതിനെ കട്ട് ചെയ്യില്ല, ഫുൾ ടൈം ചാർജിങ്ങിൽ തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഫുൾ ചാർജ് ആവുന്നില്ല, അവൻ എപ്പോഴും ചാർജിങ്ങിൽ തന്നെ ആയിരിക്കും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 12.6 ആണെങ്കിൽ മിനിമം 12.6 വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരു ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയുടെ പാക്ക് ആണെങ്കിൽ അത് 12 വോൾട്ടിൻ്റെ, അത് 14.6 വോൾട്ടേജാണ് അതിൻ്റെ മാക്സിമം വോൾട്ടേജ്. അപ്പം 14.6 വോൾട്ടേജ് ഉള്ളതിനെ 12 വോൾട്ട് കൊടുത്തു വെച്ചാൽ ഫുൾ ടൈം ചാർജിങ് തന്നെ ആയിരിക്കും. ബാറ്ററിയുടെ ലൈഫ് പോകാൻ ഇതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഇന്ന് ചാർജ് ചെയ്യാൻ പോകുന്ന ഒരു ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. കാരണം എൻ്റെ കയ്യിൽ ഒരു 30 ആംപിയറിൻ്റെ ഒരു ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി, 24 ആംപിയറിൻ്റെ ഒരു ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി എല്ലാം ഉണ്ട്. എല്ലാം 12 വോൾട്ടാണ്. അപ്പോൾ ഇതിനെയൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ എനിക്കൊരു മൊഡ്യൂൾ വേണം. അപ്പോൾ അതിനെ ഒരു മിനിമം ആംപിയർ ഉപയോഗിച്ച് എങ്ങനെ ചാർജ് ചെയ്യാം, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. മിനിമം ആംപിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളിന് മാക്സിമം സപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 ആംപിയറാണ് വിത്ത് നല്ലൊരു ഹീറ്റ് സിങ്ക്. അപ്പം ഞാൻ 3 ആംപിയർ വെച്ച് ചാർജ് ചെയ്യുന്നുള്ളൂ. കാരണം അത്രേ എടുക്കുകയുള്ളൂ ചാർജ് ആവാൻ. കാരണം ഫുള്ളി ഡിസ്ചാർജ് ചെയ്തൊരു സാധനമല്ല. ഇനി നിങ്ങൾക്ക് അപ്പം ഇത് 30 ആംപിയറിൻ്റെയൊക്കെ വരുമ്പം ഇതിൻ്റെ തന്നെ ഹൈ ആംപിയർ റേറ്റിങ്ങിലുള്ള മോഡ്യൂൾസ് ഉണ്ട് കേട്ടോ. അതായത് ഇതിപ്പം ഇതാണ് 3 ആംപിയർ. അതുപോലെ 10 ആംപിയർ റേറ്റിങ്ങിലുള്ള മോഡ്യൂളുണ്ട്, ബൂസ്റ്റർ മോഡ്യൂളുണ്ട്. പിന്നെ 20 ആംപിയർ റേറ്റിങ്ങിലുള്ള ബൂസ്റ്റർ മോഡ്യൂളുണ്ട്. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഏതാണോ അതിനനുസരിച്ച് ഈ ഒരു മോഡ്യൂൾ മാറ്റിയാൽ മതി. മോഡ്യൂൾ മാറ്റുമ്പോൾ വേറെ ഒന്നും മാറുന്നില്ല. അതിൻ്റെതായി വോൾട്ടേജ് ഉണ്ടല്ലോ, ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയാൽ മതി. ബാക്കിയെല്ലാം സെയിം മോഡ്യൂൾ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഈ ബൂസ്റ്റർ മോഡ്യൂൾ ഉപയോഗിച്ച് 12 വോൾട്ടാണ് എൻ്റെ ഇൻപുട്ട് സപ്ലൈ. അതിനെ ബൂസ്റ്റ് ചെയ്ത് 14.6 വോൾട്ടേജിൽ ഇത് ഉപയോഗിച്ച് ആക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ് ഇൻപുട്ടിൽ ഞാൻ 12 വോൾട്ട് കൊടുക്കും. ഔട്ട്പുട്ടിൽ ഇതിനെ ബൂസ്റ്റ് ചെയ്ത് 14.6 വോൾട്ട് ആക്കും. എന്നിട്ട് ഞാൻ ഈ ഒരു മീറ്ററും കൂടെ കണക്ട് ചെയ്ത്, ഇതെന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജും പ്ലസ് കറണ്ട് മീറ്ററാണ്. വോൾട്ടേജ് മെഷർ ചെയ്യാം, കറണ്ട് മാക്സിമം 10 ആംപിയർ വരെ ഇതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ 10 ആംപിയർ വരെ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഷണ്ട എന്ന് പറഞ്ഞാൽ 10 ആംപിയറിൻ്റെയാണ്. അതായത് അത് കാണാൻ പറ്റും. ഞാൻ ഈ മോഡലിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സാധനം കൂടെ സീരിയലായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എടുത്ത് ബാറ്ററി കൊടുക്കണം. അപ്പം ബാറ്ററി ചാർജ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് ഇതിൻ്റെ കറണ്ട് നോക്കിയാൽ മനസ്സിലാവും. കറണ്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് അവിടെ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. കറണ്ട് 0 ആണെങ്കിൽ എൻ്റെ മീനിങ് അവിടെ ചാർജ് ചെയ്യുന്നില്ല, ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടൊന്നുമില്ല. ഇതിനെ വയർ ചെയ്യണ സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ, ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് ഇത്രയും വയസ്സായിട്ട് കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാമേ. ഇതിനകത്ത് 2 റെലിമേറ്റ് കണക്ടറാണുള്ളത്. ഒരു 3 പിൻ റെലിമേറ്റ് കണക്ടറും ഒരു 2 പിൻ റെലിമേറ്റ് കണക്ടറും. ഈ 2 പിൻ റെലിമേറ്റ് കണക്ടറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വയർ ഇത്തിരി തിക്നെസ് കൂടുതലാണ്. അതെന്ന് വെച്ചാൽ 10 ആംപിയർ ഹാൻഡിൽ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു വയറാണിത്. ഇത് 2 എണ്ണം. പക്ഷേ ഇതെന്ന് വെച്ചാൽ വളരെ തിന്നാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവർ സപ്ലൈയും വോൾട്ടേജും മെഷർ ചെയ്യാനുള്ളതാണ്. അപ്പം ഇതിനകത്ത് 2 രീതിയിൽ ഇത് വയർ ചെയ്യാം. ഇതിന് ഒരു ടൈപ്പ് വയറിംഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് പവർ സപ്ലൈ ഉപയോഗിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള പവർ സപ്ലൈ മെഷർ ചെയ്യാൻ വേണ്ടി. അതായത് ഞാനൊരു 9 വോൾട്ട് ബാറ്ററി വല്ലതും കൊടുത്തിട്ട് അതേപോലെ 9 വോൾട്ട് ബാറ്ററിയിൽ പവർ ചെയ്തിട്ട് ഇതിനെ ഒരു 30 വോൾട്ടോ ബാക്കി 1.5 വോൾട്ടോ ബാക്കി വോൾട്ടേജുകളെല്ലാം മെഷർ ചെയ്യുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് കൊടുക്കുന്ന പവർ സപ്ലൈ വെച്ച് തന്നെ ഇതിനെ പവറും ചെയ്യുന്നു. അതായത് മെഷർ ചെയ്യേണ്ട നമ്മൾ കൊടുക്കൂലേ, ആ വോൾട്ടേജ് വെച്ച് തന്നെ ഇതിനെ പവർ ചെയ്യുന്നു. നമ്മളിപ്പം ചെയ്യാൻ പോകണം അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ 3 പിന്നുണ്ട്. ഞാനത് എല്ലാം കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ആദ്യമേ പവർ സപ്ലൈ ഇത് കൊടുക്കാം. ഇതിനകത്ത് ഈ റെഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സപ്ലൈ ആണ്. പോസിറ്റീവ് 9 വോൾട്ട് നിങ്ങൾക്ക് കൊടുക്കാം.
അപ്പം ഇതിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് പവർ സപ്ലൈ ഉണ്ടല്ലോ 12 വോൾട്ട്, അത് വെച്ച് ഞാൻ ഇതിനെ പവർ ചെയ്യും. എന്നിട്ട് ഈ ഇതുണ്ടല്ലോ, ഈ യെല്ലോ ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള വയർ. അപ്പോൾ ഇതിനെ ഞാൻ എടുത്ത് ഇതിൻ്റെ ഔട്ട്പുട്ടിലും കണക്ട് ചെയ്യും. അപ്പം ഇത് വെച്ച് ഇതിനെ ഈ യെല്ലോ വയറിൻ്റെ വയർ വെച്ച് ഇതിനെ മെഷർ ചെയ്യാം. അപ്പം ഇതിൻ്റെ വോൾട്ടേജ് എത്രയെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും, എത്രയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിനെ 14.6 ആക്കാം. അതിനുശേഷം ഇതാണ് കറണ്ട് മീറ്റർ. കറണ്ട് മീറ്ററിന് കൊടുക്കേണ്ടത് കറണ്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ, അതിന് കൊടുക്കേണ്ടത് ഇതുണ്ടല്ലോ, ഈ നെഗറ്റീവ് പവർ സപ്ലൈ. ഈ നെഗറ്റീവ് പവർ സപ്ലൈ അതുപോലെ ഇതിൻ്റെ ബ്ലാക്കിലും കൊടുക്കും. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഔട്ട്പുട്ട് നെഗറ്റീവ് നേരെ എടുത്ത് ഇതിൻ്റെ നെഗറ്റീവിൽ കൊടുക്കും. ഞാൻ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. സർക്യൂട്ട് ഡയഗ്രാം വരച്ച്, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനുശേഷം ഈ പോസിറ്റീവ് ഇത് ലോഡിൽ കൊടുക്കും. ലോഡ് വഴി ലോഡാണല്ലോ മെഷർ ചെയ്യേണ്ടത്, ഇത് ലോഡ് കൊടുക്കും. പിന്നെ ഉള്ള പോസിറ്റീവ് സപ്ലൈ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന പോസിറ്റീവ് സപ്ലൈ കൊടുക്കും. ഞാനത് ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫുൾ വയറിംഗ് ഡയഗ്രാം. വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ചിലപ്പം ഈ യെല്ലോ ലൈനിൻ്റെ അവിടെ ചിലപ്പം ചിലരത് ഗ്രീൻ ലൈനോ ബ്ലൂ വയറോ കൊടുക്കും. ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമിലർ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ഔട്ട്പുട്ട് ലൈനിലെ നെഗറ്റീവ് നെഗറ്റീവ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് വയർ, അതിനെ നേരെ എടുത്ത് കറണ്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ നമ്മൾ കാണിച്ചത് 3 ആംപിയർ മോഡ്യൂളാണ്, അത് XL007 എന്ന് പറഞ്ഞ ചിപ്പ് ഉപയോഗിച്ചിട്ടുള്ള സാധനം. ഇതെന്ന് പറഞ്ഞാൽ ഹൈ ആംപിയർ മോഡ്യൂളാണ്. ഇവിടെയും നിങ്ങൾ വയറിംഗ് ശ്രദ്ധിച്ചറിയാം, എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും ആ മോഡ്യൂള് മാത്രമേ മാറുന്നുള്ളൂ, അല്ലാതെ വയറിംഗ് ഡയഗ്രാം എല്ലാം കറക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എത്ര ആംപിയർ ഹൈ ആംപിയർ റേറ്റിങ്ങിൽ ചാർജ് ചെയ്യേണ്ട ലിത്തിയം ബാറ്ററി ആണെങ്കിലും ഈ മോഡ്യൂൾ ചേഞ്ച് ചെയ്യണമനുസരിച്ച് നിങ്ങൾക്ക് എത്ര വലിയ ബാറ്ററി വേണമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6 ആംപിയർ വരെയുള്ള ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഈ മോഡ്യൂൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് അതിൽ കൂടുതലുള്ള ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു 10 ആംപിയർ അല്ലെങ്കിൽ 20 ആംപിയർ ഉള്ള ബൂസ്റ്റർ മോഡ്യൂൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ മോഡ്യൂൾ വെച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഹൈ ആംപിയർ 20, 25, 30 ആംപിയറിൻ്റെ മോഡ്യൂൾ വെച്ച് ഞാനിത് അസംബിൾ ചെയ്യുള്ളായിരുന്നു. ഞാനിപ്പോൾ റെഡ് വയറും ബ്ലാക്ക് വയറും ഇതിൻ്റെ ഇൻപുട്ട് പവർ സപ്ലൈയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ബെഞ്ച് പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട്, അതായത് 12 വോൾട്ട്, എക്സാക്റ്റ് 12 വോൾട്ട് ഞാൻ ഈ മോഡ്യൂളിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുകയായിരുന്നു കേട്ടോ. എക്സാക്റ്റ് 12 വോൾട്ടാണ്. ഇൻപുട്ട് പവർ സപ്ലൈ കൊടുത്ത ഉടനെ നമ്മുടെ ഡിസ്പ്ലേ മോഡ്യൂളിൽ 00 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ബ്ലിങ്ക് ചെയ്യുന്നതിന് കാരണം എന്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ്, എന്നിട്ട് ഇത് ഇത്രയും ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. 30 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് ഇതിലും കൂടുതൽ ഫ്ലിക്കർ ചെയ്തേനെ. ഇത് 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ഫ്ലിക്കറിങ് അവോയ്ഡ് ചെയ്യും. കാരണം ഇത് അതിൻ്റെ റിഫ്രഷിംഗ് ആണ്. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ റിഫ്രഷ് ചെയ്യുന്നതാണ് ഈ ഫ്ലിക്കർ ചെയ്യണം. അല്ലാതെ നേരിട്ട് കാണുമ്പോൾ നമുക്കിത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം ഈ ഫ്ലിക്കറിംഗ് ഒന്നും കാണില്ല. ഇനി ഞാൻ മെഷർ ചെയ്യേണ്ട വയർ എടുത്ത് ഈ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ എത്ര വോൾട്ടേജാണ് വരുന്നതെന്ന്. ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ 14.4 വോൾട്ടേജ് ഉണ്ട്. ഇത് ഓൾറെഡി നേരത്തെ ഞാൻ കറക്കി വെച്ചതാണ്. ഇത് നമുക്ക് 14.6 വോൾട്ട് ആക്കണം. ഇത് പെർമനൻ്റ് ആയിട്ട് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 14.6 വോൾട്ടേജിലേക്ക് കൂട്ടാം. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് നോക്കിയോ, എക്സാക്റ്റ് 12 വോൾട്ടിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയോ, അതെന്ത് കറക്കിയാത്തത്? കണ്ട, എക്സാക്റ്റ് 12 വോൾട്ടിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ്. ഈ വയറാണ് എൻ്റെ ലോഡിലോട്ട് ഞാൻ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ബാറ്ററി ചാർജിങ്ങിനോട്ട് കൊടുക്കുന്ന ഈ 2 വയറാണ്. അപ്പോൾ അതിനെ മെഷർ ചെയ്യണമല്ലോ വോൾട്ടേജ്. അപ്പോൾ ഈ യെല്ലോ ലൈൻ എടുത്ത് ഇതിൻ്റെ പോസിറ്റീവിൽ ഞാൻ കൊടുക്കുകയാണേ. യെല്ലോ ലൈൻ എടുത്ത് പോസിറ്റീവ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് ഔട്ട്പുട്ടിൽ സോൾഡർ ചെയ്യണേ. ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇത്തിരി കട്ടി കൂടിയ വയറാണ് കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 30 ആംപിയറിൻ്റെ ബാറ്ററിയാണ് ചാർജ് ചെയ്യാൻ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ബാറ്ററിയാണ് ചാർജ് ചെയ്യേണ്ടത്. അത് 30 ആംപിയർ അല്ലെങ്കിൽ 6 ആംപിയറിന് മുകളിൽ ബാറ്ററിയാണ് ചാർജ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 ആംപിയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 സ്ക്വയർ mm അല്ലെങ്കിൽ 6 സ്ക്വയർ mm വയറാണ് കണക്ട് ചെയ്യേണ്ടത്. ബൂസ്റ്റർ മോഡ്യൂൾ ഇതല്ല യൂസ് ചെയ്യേണ്ടത്. 20, 25 അല്ലെങ്കിൽ 30 ആംപിയറിൻ്റെ ബൂസ്റ്റർ മോഡ്യൂൾ യൂസ് ചെയ്യേണ്ടതാണ് കറക്റ്റ് വേ.
പക്ഷേ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ബൂസ്റ്റർ മോഡ്യൂളും ഇത് ഈ ഡിസ്പ്ലേ കറണ്ട് മീറ്ററും കൂടെ വെച്ച് നമുക്കൊരു ബാറ്ററി ചാർജർ ഉണ്ടാക്കാം. ഇനി കറണ്ട് മെഷർ ചെയ്യണതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എടുത്ത് നമ്മൾ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യും. അതായത് കറണ്ട് എപ്പോൾ മെഷർ ചെയ്യണ സീരീസ് ആയിട്ടാണ്, പാരലായിട്ടാണ്. വോൾട്ടേജ് മെഷർ ചെയ്യണ പാരലായിട്ട്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് മെഷർ ചെയ്യണത് നെഗറ്റീവ് ടെർമിനലിൽ സീരീസ് ആയിട്ട് കൊടുത്തിട്ടാണ്. അപ്പം ഇതിൻ്റെ നെഗറ്റീവ് എടുത്ത് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിൻ്റെ പോസിറ്റീവ് എടുത്ത് ലോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് കൊടുക്കുക. അതായത് പോസിറ്റീവ് കറണ്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എടുത്ത് ലോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ വയറിംഗ് എല്ലാം കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പവർ സപ്ലൈ കൊടുത്തു നോക്കാം. അപ്പം അതിനുവേണ്ടി എൻ്റെ ബെഞ്ച് പവർ സപ്ലൈ ഞാൻ കൊടുക്കുകയാണ്. കാരണം വോൾട്ടേജ് എല്ലാം മെഷർ ചെയ്യണം ഞാൻ ഈ ഡിസ്പ്ലേയിലാണ്. ഔട്ട്പുട്ട് കറണ്ടും വോൾട്ടേജും എല്ലാം മെഷർ ചെയ്യണം. ഇപ്പോൾ 14.4 വോൾട്ടേജിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കതിനെ വോൾട്ടേജ് മാറ്റി 14.6 കൊണ്ടുവരണം. കാരണം ഒരു ഫോറസ് ലിത്തിയം ഫെറോ ബാറ്ററിയുടെ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ 14.6 ആണ്. അതുകൊണ്ട് അതിനെ പതുക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ 14.6 കൊണ്ട് ഫിക്സ് ചെയ്യും. ഇനി നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ 12 വോൾട്ടിൻ്റെ ബൾബാണ് യൂസ് ചെയ്യുന്നത് ടെസ്റ്റിങ്ങിന്. അപ്പം ഇതിന് ഇത്ര 14.6 വോൾട്ട് കൊടുത്തെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും വരില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ലോഡിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഇതിനകത്ത് കൊടുത്തു. ഇത് LED ബൾബിന് പൊളാരിറ്റി ഉണ്ട് കേട്ടോ, പ്ലസ് മൈനസും ഉണ്ട്. കാരണം LED ആണല്ലോ. അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് ഞാൻ കമത്തി വെച്ചേക്കണ കാരണം ഇല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റാണ്. ഇപ്പം നിങ്ങൾക്കറിയാം 2.45 ആംപിയർ ഇതിൽ നിന്ന് വലിക്കുന്നുണ്ട്. ഏത് ഈ മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ലോഡ് വലിക്കുന്നത് 2.5 ആംപിയറാണ്. പക്ഷേ നമ്മൾ ഈ കറണ്ട് മീറ്റർ എടുത്ത് ഇൻപുട്ടിലാണ് കൊടുക്കണമെങ്കിൽ ഇല്ലേ, ഇൻപുട്ടിൽ അത് കൂടുതൽ വലിക്കും. അതിന് കാരണം എന്തെന്നറിയാമോ? 12 വോൾട്ടിനെ ബൂസ്റ്റ് ചെയ്താണ് ഇവൻ 14.6 വോൾട്ട് ആക്കിയിരിക്കുന്നത്. പക്ഷേ 14.6 വോൾട്ട് ആക്കണമെങ്കിൽ എന്തെങ്കിലും അവിടെ യൂസ് ചെയ്യണ്ടേ? അവിടെ കറണ്ടിനെ വലിച്ചിട്ടാണ് അവൻ ഇതാണ്. അപ്പം ഇൻപുട്ട് കറണ്ട് ചിലപ്പം 1 ആംപിയറൊക്കെ കൂടുതലായിരിക്കും. അതായത് 3.5 ആയിരിക്കും ഇതിൻ്റെ ഇൻപുട്ട് ഒക്കെ വരുന്നത്. അപ്പം ഇത് 14.6 വോൾട്ടേജ് ലോഡ് കൊടുക്കുമ്പോൾ 14.7 വോൾട്ടേജ് ആക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇതൊരു ബൂസ്റ്റർ മോഡ്യൂളല്ലേ. അപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയണനുസരിച്ച് ഇവൻ ബൂസ്റ്റ് ചെയ്ത് കയറ്റുന്നതാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ ബാറ്ററിയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. അത് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ആണ്. ഞാൻ 30 ആംപിയറിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം 14.6 വോൾട്ടാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം ഇത് എത്ര ആംപിയറാണ് വലിക്കുന്നതെന്ന്. ഇത് ഓൾമോസ്റ്റ് ചാർജ്ഡ് ആണ്. കാരണം 3.29 വോൾട്ടേജ് എടുത്തിട്ടാണ് ഇവൻ ചാർജ് ചെയ്യണത് കേട്ടോ. കാണാമല്ലോ, ഇതൊരു അരമണിക്കൂർ എടുക്കും ഇതൊന്ന് ഫുള്ളി ചാർജ് ആവും. കാരണം ഇത് 3 ആംപിയറിന് മുകളിൽ വലിച്ചിട്ടാണ് ചാർജ് ആവണം. മിക്കവാറും ആ മോഡ്യൂൾ അടിച്ചു പോകും. കാരണം ആ മോഡ്യൂളിന് മാക്സിമം 3 ആംപിയറെ താങ്ങാനുള്ള ശേഷിയുള്ളൂ. അപ്പം ഏതായാലും നമ്മുടെ ചാർജർ എന്ന് പറഞ്ഞാൽ ഫുള്ളി സക്സസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. 6 ആംപിയർ വരെയുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഈ മോഡ്യൂൾ യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ 30 ആംപിയറിൻ്റെ മോഡ്യൂളാണ് യൂസ് ചെയ്യണമെങ്കിൽ വളരെ സക്സസ് ആയിട്ട് ഇത് ചാർജ് ആവും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.